നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മുതിർന്ന ഒരു പത്രപ്രവർത്തകൻ കൂടി, സിനിമയുമായി ബന്ധമുണ്ടായിരുന്നൊരു പത്രപ്രവർത്തകൻ കൂടി ആരും അറിയാതെ ഈ ലോകം വിട്ടുപോയി. തോമസ് വടക്കേൽ എന്നാണ് ആ പത്രപ്രവർത്തകൻ്റെ പേര്. 82 വയസ്സ് പ്രായമുണ്ടായിരുന്നു. പൂഞ്ഞാറിലാണ് അന്ത്യം, നമ്മുടെ PC ജോർജിൻ്റെ നാട്ടിൽ. ദീപിക പത്രത്തിലാണ് ഏറെക്കാലം അദ്ദേഹം പ്രവർത്തിച്ചത്. ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ സ്ഥാപക അംഗമായിരുന്നു തോമസ് വടക്കേൽ. ആദ്യകാല ഫിലിം ക്രിറ്റിക്കുകളിൽ ഒരാളും ദീപികയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു മാസത്തെ അവധിയെടുത്ത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അപ്രീസിയേഷൻ കോഴ്സിന് പോവുകയും ചെയ്തു. അപ്രീസിയേഷൻ കോഴ്സായി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കുട്ടികളുടെ ദീപികയുടെ എഡിറ്റർ സ്ഥാനം പോവുകയും പ്രൂഫ് റീഡിങ്ങിലേക്ക് ഒതുക്കുകയും ചെയ്തു. ഒരു അച്ഛൻ്റെ ഈഗോ ആയിരുന്നു, അച്ഛനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനല്ല, പള്ളിയിലെ അച്ഛൻ്റെ ഈഗോ ആയിരുന്നു കാരണം. ഈ കഴിഞ്ഞ ഞായറാഴ്ച മണിയാംകുന്ന് ദേവാലയത്തിലെ സെമിത്തേരിയിൽ ഉള്ള കുടുംബ കല്ലറയിൽ അദ്ദേഹത്തെ അടക്കുകയും ചെയ്തു. എനിക്ക് അതിശയം തോന്നിയത്, ഞാൻ വായിക്കുന്ന മലയാള പത്രങ്ങളിലൊന്നും ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത കണ്ടില്ല. വളരെ സീനിയറായ, 82 വയസ്സെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വളരെ സീനിയറായ പത്രപ്രവർത്തകനായിട്ട് പോലും ദിനപത്രങ്ങൾ പോലും തോമസ് വടക്കേലിൻ്റെ നിര്യാണത്തെക്കുറിച്ച് ഒരു വരി എഴുതാനുള്ള സമയം കണ്ടെത്തിയില്ല. സിനിമയ്ക്ക് വേണ്ടി, സിനിമ ഒരു പാഷനായിട്ട്, അല്ലെങ്കിൽ സിനിമയാണ് സദാസമയം അദ്ദേഹം ചിന്തിച്ചിരുന്നത്. ആ വലിയ മനസ്സിന്, ആ വലിയ മനുഷ്യന് അന്ത്യാഞ്ജലി അർപ്പിക്കാം. എൻ്റെ വലിയ ഭാഗ്യങ്ങളിലൊന്ന് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുടച്ചോണ്ട് പറയും, ലോക ഭൂപടത്തിൽ തന്നെ പേരുകൾ കൊത്തിവെച്ച സമ്പന്നരായ മലയാളികൾ നമുക്കുണ്ട്. അതിലൊരാളാണല്ലോ MA യൂസഫ് അലി. യൂസഫ് അലി ബായിയെ ഗാന്ധി ഭവനിൽ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞതാണ് എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിലൊന്ന് എന്ന് ഞാൻ പറയും. പിന്നെ രവി പിള്ള അടക്കം എത്രയോ പേർ ലോകത്ത് മലയാളി എന്നുള്ള നിലയ്ക്ക് നിന്ന് പേരെടുത്തവരാണ്. 26,000 മലയാളികളും പിന്നെ എന്താ പറയുക 5,000 മറ്റ് രാജ്യങ്ങളിലുള്ളവരും ഒക്കെ ചേർന്ന് 31,000 പേർ ജോലി ചെയ്യുന്ന MK ഗ്രൂപ്പിൻ്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെയും MDയും ചെയർമാനുമാണ് യൂസഫ് അലി ബായി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എറണാകുളത്തെ ലേക്ക് ഷോർ ആശുപത്രിയുടെ ചെയർമാനുമാണ്. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക പഞ്ചായത്തിലെ മുസ്ലിയാം വീട്ടിൽ 1955 നവംബർ 15 അദ്ദേഹം ജനിച്ചത്. നാട്ടിക എന്ന് പറയുമ്പോൾ വേറൊരു ലോകപ്രശസ്തരായ ഒരാൾ നാട്ടികയിലുണ്ട്, രാമു കാര്യട്ട്. 18ാമത്തെ വയസ്സിൽ 1973 ഡിസംബർ 26 ദുംറ എന്ന് പറഞ്ഞ കപ്പൽ കയറി ദുബായിൽ അദ്ദേഹം ഇറങ്ങി, കാലുകുത്തി എന്ന് പറയാം. ഡിസംബർ 31 ദുബായ് റാഷിദ് പോർട്ടിലാണ് അദ്ദേഹം കപ്പലിറങ്ങിയത്. കുട്ടിയാപ്പയുടെ പലവ്യഞ്ജന കടയിൽ ജീവിതം ആരംഭിച്ചതാണ്. 1989 ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ദുബായിൽ തുടങ്ങി. വിജയമായപ്പോൾ, വലിയ സൂപ്പർ മാർക്കറ്റല്ല, ചെറിയ സൂപ്പർ മാർക്കറ്റ് ദുബായിൽ തുടങ്ങി. അത് വലിയ വിജയമായപ്പോൾ അബുദാബിയിൽ വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. 90കളിൽ ഗൾഫ് യുദ്ധകാലത്ത് ഭൂരിപക്ഷം മലയാളികളടക്കമുള്ളവർ ജീവഭയം കൊണ്ട് നാടുവിട്ടപ്പോഴും അവിടെ തുടർന്ന മലയാളിയാണ് യൂസഫ് അലി ബായി. ഇതറിഞ്ഞ UAE ഭരണാധികാരികൾ 40 ഏക്കർ സ്ഥലം മാള് കെട്ടാനായി സൗജന്യമായി അനുവദിച്ചു. അവിടെ തുടങ്ങി ലുലുവിൻ്റെ വിജയയാത്ര. 100-ലധികം രാജ്യങ്ങളിൽ ലുലു ഗ്രൂപ്പിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ വിജയകരമായി വളർന്നു. 2005 പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരവും 2008 പത്മശ്രീയും പ്രധാനമന്ത്രിയുടെ അന്തർദേശീയ ഉപദേശക സമിതി അംഗത്വവും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടല്ലോ സിയാലിൻ്റെ, അതിൻ്റെ ഡയറക്ടറും നോർക്ക റൂട്ട്സിൻ്റെ വൈസ് ചെയർമാനും ഒക്കെയായി വിജയശ്രീ ലാളിതനായി മുന്നേറുകയാണ് നമ്മുടെ യൂസഫ് അലി ബായി.
മലയാളികളിൽ എന്തുകൊണ്ടും സാധാരണക്കാരനായി ജീവിക്കുകയും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എപ്പോഴും ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആവലാതിപ്പെടുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുന്ന ആശ്രിത വത്സലനായ യൂസഫ് അലി ബായി. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 31,000 പേരിൽ ഒരാൾക്ക് പോലും അമ്മയ്ക്ക് ചിലവിന് കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം ഞാൻ അമ്മയെ നോക്കില്ല എന്ന് വിചാരിക്കുന്നവനും ചിലവിന് കൊടുത്തേ പറ്റൂ. കാരണം ശമ്പളത്തിൻ്റെ ഏതോ ഒരു വിഹിതം അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് ലുലുവിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളുടെയും ശമ്പളത്തിൻ്റെ ഒരു വിഹിതം പോകുന്നത് സ്വന്തം അമ്മയ്ക്കാണ്. അങ്ങനെ അമ്മമാരെ നോക്കാത്ത മക്കൾക്കും അമ്മയ്ക്ക് ചിലവിന് കൊടുക്കേണ്ട അവസ്ഥയാണ്. അതൊക്കെ പുണ്യം ചെയ്ത ആളുകൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. എന്തായാലും ഞാനിപ്പോൾ യൂസഫ് അലി ബായിയെക്കുറിച്ച് പറഞ്ഞത്, ഒരുപാട് മലയാളികൾ ശതകോടീശ്വരന്മാരും സഹസ്ര കോടീശ്വരന്മാരുമായി മാറിയിട്ടുണ്ട്. അതിൽ അസ്വസ്ഥത തോന്നിയ ഒരുപാട് മറ്റ് രാജ്യക്കാരും മറ്റ് സംസ്ഥാനക്കാരുമുണ്ട്. അവരെയൊക്കെ വകവയ്ക്കാതെ നിറഞ്ഞ ചിരിയോടെ സിംപ്ലിസിറ്റിയോടെ യൂസഫ് അലി ബായി ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനിയും ഒരുപാട് കാലം നമ്മളോടൊപ്പം ഇതുപോലെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകേണ്ട പലരും അകാലത്തിൽ ഈ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. നമസ്കാരം. CJ റോയ് എന്ന് പറഞ്ഞ ഒരു വലിയ ബിസിനസ് ശൃംഖലയുടെ നെടുംതൂണായിരുന്ന മനുഷ്യൻ സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് സ്വന്തം നെഞ്ചകം പുലർത്തിക്കൊണ്ട് വെടിവെച്ച് സ്വയം മരിച്ചു. ഹൃദയവും ശ്വാസകോശവും ഒക്കെ ഛിന്നഭിന്നമായി പോയി എന്നാണ് പറയുന്നത്. എങ്ങനെ തോന്നി അദ്ദേഹത്തിന് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു മുട്ടുസൂചി, ഇപ്പോൾ ഷുഗറിൻ്റെ തലമുടിയുടെ അത്ര പോലും വലിപ്പമില്ലാത്ത സൂചി വെച്ച് കുത്താൻ പോലും പേടിയുള്ള ആളാണ് ഞാൻ. ഡോക്ടർ ജ്യോതിദേവ് പറയുന്നത് ഒരു മാനസിക പ്രശ്നമെന്നാണ് പറഞ്ഞത്. ഈ പേടി കൊച്ചുകുട്ടികൾ വരെ പുല്ല് പോലെ കുത്തി എടുക്കുമ്പോൾ താങ്കൾ കുത്താത്തത് താങ്കളുടെ ഒരു മാനസിക അവസ്ഥയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയുള്ളിടത്ത് സഹസ്ര കോടീശ്വരനായി ജീവിച്ച മനുഷ്യൻ, അത് കടവാണോ കള്ളത്തരമാണോ അതൊന്നും നമ്മളെ വിഷയമല്ല. സഹസ്ര കോടീശ്വരനായി ജീവിച്ചൊരു മനുഷ്യൻ സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് നെഞ്ചകത്ത് ചേർത്ത് വെച്ച് വെടിപൊട്ടിച്ച് ചത്തു എന്ന് പറയുമ്പോൾ എനിക്ക് ഇമേജ് ചെയ്യാൻ പറ്റുന്നില്ല. മലയാളികളുടെ മനസ്സിൽ നൊമ്പരം കോറിയിട്ട ഒരു മരണത്തെക്കുറിച്ച് ആദ്യം പറയാം. ദാരുണമായ മരണമായിരുന്നു അത്. ബിസ്ക്കറ്റ് രാജാവ് എന്നറിയപ്പെട്ട് തുടങ്ങിയ കൊല്ലത്തുകാരൻ രാജംപിള്ളയുടെ മരണം. മലയാളിക്കല്ലെന്നല്ല, മനുഷ്യന് ഓർമ്മ ഇങ്ങനെ ഗ്രാജുവൽ പുതിയ സംഭവങ്ങൾ വരുമ്പോൾ പഴയതെല്ലാം നമ്മൾ മറന്നു പോകും. രാജംപിള്ളയും നമ്മൾ മറന്നിരിക്കാം. വലിയ വ്യവസായികളുള്ള കുടുംബത്തിൽ പിറന്ന രാജംപിള്ള 31 വർഷം മുമ്പ് തീഹാർ ജയിലിൽ സമയത്തിന് ചികിത്സ കിട്ടാതെ നരകിച്ചു മരിച്ച മലയാളിയായ ബിസിനസ്സുകാരൻ എന്ന രക്തസാക്ഷിയായി. അതും വെറും 49-ാമത്തെ വയസ്സിൽ. ശതകോടീശ്വരനായിരുന്നു. വല്ല കാര്യമുണ്ടെന്നല്ല ചോദിക്കുക. ചികിത്സ കിട്ടാതെ നരകിച്ച് മരിച്ചു 49-ാമത്തെ വയസ്സിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 അദ്ദേഹം ജനിച്ചത്. 1995 ജൂലൈ 7 49-ാമത്തെ വയസ്സിൽ തീഹാർ ജയിലിൽ വെച്ച് മരിച്ചു. സിംഗപ്പൂരിലെ സാമ്പത്തിക കുറ്റം ആരോപിച്ച് ഇന്ത്യയിൽ തടവിലാക്കിയ വ്യവസായിയായിരുന്നു രാജംപിള്ള. ജയിലിലായതിൻ്റെ 4-ാം ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വച്ചായിരുന്നു രാജംപിള്ളയുടെ മരണം. സമയത്ത് ചികിത്സ നൽകാതെ ജയിലിനകത്ത് മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച് 49 വയസ്സുള്ളപ്പോൾ കൊല്ലപ്പെട്ട രാജംപിള്ളയുടെ അനുഭവം ജയിൽ പരിഷ്കരണത്തിന് വഴിവെച്ചു. ഇനി ഒരിക്കലും ഇതുപോലെ ഒരാൾ കൊല്ലപ്പെടരുത് എന്നുള്ളതുകൊണ്ട് രാജംപിള്ളയുടെ മരണം വലിയ വാർത്താ പ്രാധാന്യം നേടിയപ്പോൾ ജയിൽ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചു. ഗോവയിൽ 5 സ്റ്റാർ നക്ഷത്ര ഹോട്ടൽ തുടങ്ങിക്കൊണ്ടായിരുന്നു വ്യവസായത്തിലേക്ക് രാജംപിള്ള കടന്നു വന്നത്. 1970 സിംഗപ്പൂരിൽ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ചിപ്സ്, ഫുഡ് പാക്കേജ് ഒക്കെ അതിനൊക്കെ തുടക്കമിട്ടു. ആഗോള അമേരിക്കൻ കമ്പനിയായ സ്റ്റാൻഡേർഡ് ബ്രാൻഡ്സുമായി ചേർന്ന്
പുതുതായി ഇവർ ഏറ്റെടുത്ത നാബിസ്കോ കൊമോഡിറ്റീസ് മേധാവിയായി അദ്ദേഹം വളർന്നു. ഇന്ത്യൻ ബേക്കറി ബിസ്ക്കറ്റ് ഉത്പാദകരായ ബ്രിട്ടാനിയയുടെ ഏഷ്യയിലെ ചുമതലയേറ്റു ഈ പ്രായത്തിൽ രാജൻപിള്ള. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ നിയമ നടപടിയിലേക്ക് പോയി. 1995 ജൂലൈ 4 മെറിഡിയൻ ഹോട്ടലിൽ നിന്ന് രാജൻപിള്ളയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതി തിഹാർ ജയിലിലേക്ക് അയച്ചു. വൈദ്യ പരിശോധനയ്ക്ക് അപേക്ഷ നൽകിയിട്ടും ജയിൽ അധികാരികൾ തീരുമാനമെടുക്കാതെ സിറോസിസിൻ്റെ തീവ്രത കാരണം അദ്ദേഹം കൊല്ലപ്പെട്ടു. അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുഖ്യമന്ത്രി കരുണാകരൻ്റെ നല്ല ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നീനാപിള്ള വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പേരിൽ ട്രസ്റ്റോ എന്തൊക്കെയോ ഉണ്ടാക്കി. പക്ഷേ ആരംഭശൂരത്വം പോലെ എവിടെയോ അതൊക്കെ അസ്തമിച്ചു പോയി. കൊല്ലത്തെ പ്രശസ്തമായ ഒരു വ്യവസായ കുടുംബത്തിൽ ജനിച്ച് ശതകോടീശ്വരന്മാരായ കുടുംബ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും 49ാമത്തെ വയസ്സിൽ തീഹാർ ജയിലിൽ കിടന്ന് ഇഞ്ചിഞ്ചായി വേദന എടുത്ത് മരിക്കാനായിരുന്നു രാജൻപിള്ളയുടെ എന്താ പറയുക വിധി നിയോഗം. അടുത്തത് അനകൾഡസാണ്. ടാറ്റയും ബിർളയും ഗോയങ്കയും അംബാനിയും ഒന്നും സ്വപ്നം കാണാത്ത കാലത്ത് 1992 ഒരു മലയാളി തുടക്കം കുറിച്ചതാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. വർക്കലയ്ക്കടുത്ത് ഇടവക്കാരനായ തഖിയുദ്ദീൻ വാഹിദ് തുടക്കം കുറിച്ചതായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. മുംബൈയിലായിരുന്നു കമ്പനി. 1995 നവംബർ 13 മുംബൈയിൽ തഖിയുദ്ദീൻ വാഹിദ് അധോലോക നായകന്മാരുടെ വെടിയേറ്റ് മരിച്ചു. ബോയിങ് വിമാനങ്ങൾ അടക്കം ഉണ്ടായിരുന്നു ഈസ്റ്റ് വെസ്റ്റിന്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയായിരുന്നു ഈ പറഞ്ഞ ഈസ്റ്റ് വെസ്റ്റ്. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായിരുന്നു. 3 ബോയിങ്ങിൽ തുടങ്ങി 30 പ്രധാന നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിച്ച കമ്പനിയായിരുന്നു ഈസ്റ്റ് വെസ്റ്റ്. 9ാം ക്ലാസ് വരെ മാത്രമേ അദ്ദേഹത്തിന് പഠിക്കാനായുള്ളൂ. വാഹിദിന് 9ാം ക്ലാസ് വരെ പഠിക്കാനായുള്ളൂ. എന്നാൽ അദ്ദേഹം ടാറ്റയെയും ബിർളയെയും വെല്ലുവിളിച്ചു. ബോംബെ അധോലോകവുമായി പോരാട്ടവും. അക്കാലത്ത് വിദേശയാത്ര അത്ര സുഖകരമായി നടക്കുന്ന കാലമല്ല. ആദ്യം ഈസ്റ്റ് വെസ്റ്റ് തുടങ്ങിയത് ട്രാവൽസ് രംഗത്താണ് തുടക്കം കുറിച്ചത്. 1970കളിൽ വാഹിദ് മുംബൈയിലെത്തി. ഈസ്റ്റ് വെസ്റ്റ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന സ്ഥാപനമായി വളർന്നു. പാസ്പോർട്ട്, വിസ, വിമാന ടിക്കറ്റ് എല്ലാം ഇവിടെ ഒരിടത്ത് തന്നെ കിട്ടും എന്നത് ഈസ്റ്റ് വെസ്റ്റിനെ വിശ്വാസമുള്ള സ്ഥാപനമായി കാണാൻ പ്രേരിപ്പിച്ചു. ഗൾഫ് പണം നാട്ടിലെത്തിക്കാൻ വിശ്വസിക്കാവുന്ന സ്ഥാപനമായി അത് വളർന്നു. പിന്നാലെ മാൻ പവർ റിക്രൂട്ട് സ്ഥാപനവുമായി ആളുകളെ ജോലിക്ക് ഗൾഫുകളിലേക്ക് അയക്കുന്ന ജോലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസിയായി ഈസ്റ്റ് വെസ്റ്റ്. കൊച്ചിയിലും തിരുവനന്തപുരത്തും ചെന്നൈയിലും ന്യൂഡൽഹിയിലും ഈസ്റ്റ് വെസ്റ്റിന് ബ്രാഞ്ചുകളുണ്ടായി. 10,000 ആളുകളെ ഗൾഫിലേക്ക് അയച്ചു. ഇതുവഴിയെ കോടികൾ വിറ്റുവരവുള്ള സ്ഥാപനമായി ഈസ്റ്റ് വെസ്റ്റ് വളർന്നു. വിദേശ വിമാന കമ്പനികളുടെ ഇന്ത്യയിലെ പ്രധാന ഏജൻസിക്കായി ഈസ്റ്റ് വെസ്റ്റ് വളർന്നു. ട്രാവൽ ഏജൻസിയിലെ കോടികളുടെ ലാഭവും വിമാന കമ്പനികളുമായുള്ള അടുത്ത ബന്ധവും ഒത്തുചേർന്നപ്പോൾ വിമാന കമ്പനി എന്ന സ്വപ്നം വാഹിദിൻ്റെ മനസ്സിലുദിച്ചു. ടാറ്റയ്ക്കും ബിർളയ്ക്കും തോന്നാത്ത ധീരതയായിരുന്നു അത്. ട്രാവൽ ഏജൻസി വഴി ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ ഡാറ്റ ഉണ്ടായിരുന്നത് വിമാന സർവീസുകൾ തുടങ്ങിയാൽ വിമാന സീറ്റുകൾ നിറയ്ക്കുമെന്ന് ഉറപ്പാക്കി. 1991 PV നരസിംഹറാവുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം എയർ ടാക്സി സ്കീം കൊണ്ടുവന്നതും ഈസ്റ്റ് വെസ്റ്റിന് ഗുണകരമായി. സമ്പന്നന്മാർ അല്ലെങ്കിൽ വമ്പന്മാർ വിമാന കമ്പനി തുടങ്ങാൻ ആലോചനകൾ നടത്തുമ്പോൾ തഖിയുദ്ദീൻ വാഹിദ് അത് നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു. 1992 ഫെബ്രുവരി 28 ബോയിങ് 737 വിമാനങ്ങളുമായി ഈസ്റ്റ് വെസ്റ്റ് തുടക്കം കുറിച്ചു. ബോംബെ കൊച്ചി വിമാനം പറന്നുയർന്നു. രാവിലെ 5:20 ബോംബെയിൽ നിന്ന് 7:10 ആ വിമാനം
കൊച്ചിയിൽ നിലം തൊട്ടു. പല പല ഭാഷകൾ ഒഴുക്കോടെ സംസാരിക്കാൻ പ്രത്യേക പാഠവും തഖ്യുദ്ദീൻ വാഹിദിന് ഉണ്ടായിരുന്നു. 9ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, പക്ഷേ പല ഭാഷകൾ, പല രാജ്യത്തെ ഭാഷകൾ സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സർക്കാരിൻ്റെ സ്ഥിരം വഴിവിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലെ ഭക്ഷണവും ആതിഥേയ മര്യാദകളും ഈസ്റ്റ് വെസ്റ്റ് വിമാനങ്ങളിൽ ഉറപ്പാക്കി. യാത്ര വൈകൽ, ക്യാൻസലേഷൻ ഒന്നും ഈസ്റ്റ് വെസ്റ്റിൽ ഉണ്ടായില്ല. യാത്രക്കാർ തിക്കി തിരക്കി ഈസ്റ്റ് വെസ്റ്റിൽ കയറി. കമ്പനിയിൽ ചെറുപ്പക്കാർക്ക് മാത്രം അവസരം. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് യാത്രക്കാർ യുവതലമുറയെ ക്യാബിൻ ക്രൂവിൽ കണ്ടപ്പോൾ ആവേശം കൊണ്ടു. സുന്ദരി കുട്ടികളെ മാത്രം എയർ ഹോസ്റ്റസ്മാരാക്കി. മദർ തെരേസയെ പോലുള്ള മഹത് വ്യക്തികൾ പോലും അവരുടെയൊക്കെ ഇഷ്ട വിമാനമായി മാറി ഈസ്റ്റ് വെസ്റ്റ്. അങ്ങനെ ഈസ്റ്റ് വെസ്റ്റിൻ്റെ വിമാനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള സൗജന്യ ടിക്കറ്റ് മദർ തെരേസയ്ക്ക് അനുവദിച്ചു. 4500 ജീവനക്കാരുള്ള കമ്പനിയായി ഈസ്റ്റ് വെസ്റ്റ് വളർന്നു. 3 വർഷം കൊണ്ട് 3-ൽ നിന്ന് 11 വിമാനങ്ങൾ ഈസ്റ്റ് വെസ്റ്റിൻ്റേതായി പറന്നു. മുംബൈ, കൊച്ചി, തിരുവനന്തപുരം ഉൾപ്പെടെ 30 പ്രധാന നഗരങ്ങളിൽ സർവീസ്. അതിൽ 90% സീറ്റുകളും നിറച്ചുള്ളതായിരുന്നു യാത്രകൾ. കോർപ്പറേറ്റ് സ്രാവുകൾ പതറിപ്പോയിടത്ത് ഒരു മലയാളി ചക്രവർത്തിയായി വാണു. ഡൽഹി, മുംബൈ അധികാര ഇടനാഴികളിൽ അസൂയ തലയുയർത്തി. കോർപ്പറേറ്റ് യുദ്ധം അധോലോകങ്ങൾക്ക് വഴിമാറി. തഖ്യുദ്ദീൻ വാഹിദ് ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക നായകനുമായി ബന്ധമുണ്ടെന്ന കഥകൾ പ്രചരിപ്പിച്ച് ശത്രുക്കൾ ആദ്യം വിജയിപ്പിച്ചു. മുംബൈ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു: തഖ്യുദ്ദീൻ വാഹിദിൻ്റെ ജീവന് മുംബൈ അധോലോകങ്ങൾ ഉന്നം വയ്ക്കുന്നു. പോലീസ് വാഹിദിനോട് മുന്നറിയിപ്പ് നൽകി, സൂക്ഷിക്കണം, ബോംബെയിലെ അധോലോക നായകന്മാർ ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി നിങ്ങളെ തീർക്കാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. തൻ്റെ വളർച്ച സഹിക്കാനാകാത്തവർ പടച്ചുവിടുന്ന കഥകളായി അതിനെയെല്ലാം വാഹിദ് പുച്ഛിച്ച് തള്ളി. ഇതൊക്കെ എനിക്കെതിരെ നിൽക്കുന്നവന്മാർ ചുമ്മാ ഉണ്ടാക്കുന്ന ബെഡായി കഥകളാണെന്ന് അദ്ദേഹം പറഞ്ഞ് പുച്ഛിച്ച് തള്ളി. 1995 നവംബർ 11 രാത്രി 8 മണിയോടെ ബാന്ദ്രയിലെ തൻ്റെ ഓഫീസിൽ നിന്ന് വാഹിദ് കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഒരു ഇട റോഡിൽ നിന്ന് ഒരു മാരുതി വാൻ കയറി വന്ന് വാഹിദിൻ്റെ കാറിന് കടന്നു പോകാനാകാത്ത വിധം വഴിമുടക്കി നിന്നു. വാനിൽ നിന്ന് 3 പേർ ചാടിയിറങ്ങി. ഒരാൾ ചിറ്റിയുക കൊണ്ട് കാറിൻ്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്തു. മറ്റ് 2 പേർ കാറിനകത്തേക്ക് തുരുതുരുതുരാ വെടിയുതിർത്തു. സീറ്റിനടിയിലേക്ക് പതുങ്ങിയിട്ടും വെടിയുണ്ടകൾ വാഹിദിനെ തീർത്തു. തൻ്റെ സ്വപ്ന സാമ്രാജ്യം പടുത്തുയർത്തിയ മുംബൈ മണ്ണിൽ തന്നെ ആ ഇടവാക്കാരൻ ചോരയിൽ കുളിച്ചു വീണു. ഛോട്ടാ രാജൻ എന്ന അധോലോക രാജാവിൻ്റെ അനുയായികളായിരുന്നു വാഹിദിനെ ചുട്ടു വീഴ്ത്തിയതെന്ന് അന്വേഷണത്തിൽ പോലീസ് തെളിയിച്ചു. പക്ഷേ അതാരുടെ കൊട്ടേഷനായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടില്ല. ഒരു തെക്കൻ മലയാളി ആകാശം ഭരിക്കണ്ട എന്ന് കോർപ്പറേറ്റ് മാഫിയകൾ തീരുമാനിച്ചതാണ് വാഹിദിൻ്റെ ജീവനെടുത്തത്. അവർ അധോലോകത്തിന് കൊട്ടേഷൻ കൊടുത്തതാണ്. വാഹിദിൻ്റെ മരണത്തോടെ ഈസ്റ്റ് വെസ്റ്റ് തകർന്നു വീണു. ആദ്യ ഈസ്റ്റ് വെസ്റ്റ് വിമാനം പറന്നുയർന്ന് 45-ാം മാസം തഖ്യുദ്ദീൻ വാഹിദിൻ്റെ മൃതദേഹവുമായി മുംബൈയിൽ നിന്നും ഈസ്റ്റ് വെസ്റ്റ് തിരുവനന്തപുരത്ത് പറന്നിറങ്ങി. തഖ്യുദ്ദീൻ വാഹിദും ഈസ്റ്റ് വെസ്റ്റും കൊഴിഞ്ഞു വീണെടുത്തു നിന്നും 30 വർഷത്തിന് ശേഷം അതേ വ്യോമപാതയിൽ മറ്റൊരു വ്യോമയാന കമ്പനി കേരളത്തിൽ നിന്നും വരുന്നത് വിധി നിയോഗമാകാം. അൽ ഹിന്ദ് എയർ എന്ന് പറഞ്ഞ പുതിയ സ്ഥാപനം വരികയാണല്ലോ. അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ തഖ്യുദ്ദീൻ വാഹിദിനെ തീർക്കാൻ കൊട്ടേഷൻ കൊടുത്തവരെ കണ്ടെത്താമായിരുന്നു. ആരും അതിന് മെനക്കെട്ടില്ല എന്നുള്ളതാണ് സത്യം. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന ഒറ്റ വരി ടാഗ് ലൈൻ കേട്ടാൽ അത് സ്വർണ്ണ വ്യാപാര രംഗത്തെ വിശ്വസ്ത സ്ഥാപനമാണെന്ന് മലയാളികളെ പഠിപ്പിച്ച ഒരു മഹനീയനായ വ്യക്തി ഉണ്ടായിരുന്നു. അറ്റ്ലസ് ജുവല്ലറി രാമചന്ദ്രൻ എന്ന, വൈശാലി രാമചന്ദ്രൻ എന്ന MM രാമചന്ദ്രനെ നമ്മൾ മറക്കാറായിട്ടില്ല. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കുഴഞ്ഞ ശബ്ദത്തിൽ കേട്ടാൽ
അപ്പം നമുക്ക് അറ്റ്ലസ് ജ്വല്ലറി ഓർമ്മ വരും. 1942 ജൂലൈ 31 തൃശ്ശൂരിൽ വി കമലാകര മേനോൻ്റെയും എം രുക്മിണിയുടെയും മകനായി ജനിച്ച മുതുക്കര മുത്തേടത്ത് രാമചന്ദ്രൻ എന്ന എം രാമചന്ദ്രൻ ചന്ദ്രകാന്ത് ഫിലിംസ് എന്ന നിർമ്മാണ വിതരണ സ്ഥാപനവും അക്ഷരശ്ലോക സ്ഥാപനവും ഒക്കെ സ്ഥാപിച്ച മനുഷ്യനായിരുന്നു എം രാമചന്ദ്രൻ. 550 ദശലക്ഷം ദിർഹം ബാങ്കിൽ നിന്നും വായ്പയെടുത്തിരുന്നു എം രാമേന്ദ്രൻ. ഏതാണ്ട് 1000 കോടി രൂപ വായ്പ എടുത്തിരുന്നു. 2 ചെക്കുകൾ ബൗൺസായി എന്ന കാരണം പറഞ്ഞ് അറ്റ്ലസ് രാമചന്ദ്രനെ ബാങ്കുകാർ തട്ടി അകത്താക്കി. 2015 മുതൽ 3 വർഷക്കാലം എം രാമചന്ദ്രൻ ജയിൽവാസത്തിലായിരുന്നു. 2022 ഒക്ടോബർ 2 ഹൃദയാഘാതത്താൽ അദ്ദേഹം മരണപ്പെട്ടു. കടം തീർക്കാനായി ഗൾഫിലെ ആശുപത്രികൾ അദ്ദേഹം വിറ്റു. സ്വർണ്ണക്കടകൾ അടച്ചു പൂട്ടി. കയ്യിൽ കിട്ടിയവരൊക്കെ സ്വർണ്ണം അടിച്ചു മാറ്റുക സ്വാഭാവികം. പാപ്പരായി മാറി രാമചന്ദ്രൻ. 80ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ഭാര്യ മാത്രമായിരുന്നു കൂട്ടിന്. ദേശീയ അവാർഡ് നേടിയ ഞാൻ വർക്ക് ചെയ്ത സുഹൃതം നിർമ്മിച്ചതോ വൈശാലി പോലുള്ള ക്ലാസിക് ഹിറ്റ് സിനിമ നിർമ്മിച്ചതോ ധനവും ചകോരവും ഉൾപ്പെടെ കുറേ സിനിമകൾ നിർമ്മിച്ചതോ വിതരണം ചെയ്തതോ ഒന്നും ചർച്ച ചെയ്യപ്പെട്ടതേ ഇല്ല അദ്ദേഹം അകത്തായപ്പോൾ. അദ്ദേഹത്തിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയ ഒരൊറ്റ സിനിമാക്കാരനും അദ്ദേഹത്തിൻ്റെ ഒരു മോശ സമയം വന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല. സ്വന്തക്കാർ പോലും മുങ്ങിക്കളഞ്ഞു. ഞാൻ അത്രേ പറയുന്നുള്ളൂ. സ്വന്തക്കാർ ആരൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായി തുടങ്ങി കോടീശ്വരനായി പിന്നെ പാപ്പരായ എം രാമചന്ദ്രൻ ഗൾഫിലെ മണ്ണിൽ തന്നെ അവസാനിച്ചു. ഇതൊക്കെ ഞാനിപ്പോൾ ഓർക്കാൻ കാരണം പരിചയപ്പെടുന്നവർക്കൊക്കെ അത്ഭുതം പകർന്നു തന്ന ഒരു മലയാളി ദുരൂഹമായ സാഹചര്യത്തിൽ സ്വന്തം ഓഫീസ് ക്യാബിനിൽ സ്വയം വെടിയുതിർത്ത് മരിക്കേണ്ടി വന്നത് ആലോചിച്ചപ്പോഴാണ്. ജീവിതത്തിൽ ലുലു യൂസഫലി ബായിയെ പോലെ മിതത്വം പാലിക്കുകയും കച്ചവടത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും തൻ്റെ ലാഭവിഹിതത്തിൽ വലിയൊരു തുക സക്കാത്തായി അല്ലെങ്കിൽ ദാനധർമ്മത്തിനായി വിനിയോഗിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ സി ജെ റോയ് എന്ന 57 വയസ്സുള്ള ചുറുചുറുക്കുള്ള മനുഷ്യന് തൻ്റെ ജീവിതം താൻ തന്നെ അവസാനിപ്പിക്കേണ്ടി വരുന്ന ദുരന്തത്തിലേക്ക് പോകാതിരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. യൂസഫലി ബായിയെ പോലെ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരുന്നനെ. ടാക്സ് ടെററിസം എന്ന് ഒറ്റ വാക്കിൽ പറയാവുന്ന ആദായ നികുതിക്കാരുടെ കൂരമ്പുകളേറ്റ് കർണാടകത്തിൽ തന്നെ BG സിദ്ധാർത്ഥ, മുഹമ്മദ് സാദിഖ്, മനോജ് പർമർ തുടങ്ങിയവർ അവരുടെ ജീവിതം അവസാനിപ്പിച്ചിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. ഇവർ റെയ്ഡ് ചെയ്യാനായിട്ട് വന്ന് കയറി കഴിഞ്ഞാൽ കരിമ്പുത്തോട്ടത്തിൽ ആന കയറിയല്ലാണല്ലോ. ഒരുമാതിരിപ്പെട്ടവരൊക്കെ പതറിപ്പോവും. കൃഷ്ണപ്രസാദ് എന്നൊരു IT ഉദ്യോഗസ്ഥൻ കോടീശ്വരനായ ബിസിനസ്സുകാരെ ക്രൂരമായി ഹരാസ് ചെയ്ത് ദുർബലരാക്കി മരണത്തിലേക്കോ മാനസിക വിഭ്രാന്തിയിലേക്കോ തള്ളിവിടുന്നു കുറച്ച് കാലമായി എന്ന് പറയുന്നു. എനിക്ക് ഈ കൃഷ്ണദാസിൻ്റെ ഡീറ്റെയിലൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു പരാതി കർണാടകയിൽ ഇപ്പോൾ ഉണ്ട്. സമ്പന്നരെ മുഴുവൻ ചാക്കിട്ട് പിടിക്കുക, അവരെ നാശിപ്പിച്ച് നാറാണ കല്ലെടുക്കുക എന്നുള്ളതാണ് ഈ IT ഉദ്യോഗസ്ഥൻ്റെ ജോലി എന്ന് പറയുന്നു. എന്നാൽ CJ റോയ് എന്ന ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ് മരിക്കാൻ നേരത്തെ കാലത്തെ റെഡിയാവുകയായിരുന്നു എന്ന ഡയറി കുറിപ്പ് ഇന്നലെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ വാർത്ത വന്നപ്പോഴേക്കും കഥ തകിടം മറിയുന്നു. ഞാൻ മരിക്കും അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യുമെന്ന് മാസങ്ങൾക്ക് മുമ്പേ അയാൾ തയ്യാറെടുത്തിരുന്നുവെന്ന് ഡയറിയിലെ വരികൾ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടത്. കുടുംബം വിദേശത്തും അനുജനോട് നാളെ ഒന്ന് എന്നെ കാണണമെന്ന് ചില കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയി എന്നും പറഞ്ഞിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ CJ ജോയ് ഈ ലോകത്തു നിന്നും വിടാൻ തയ്യാറെടുക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാസിനോവ, മോഹൻലാൽ അഭിനയിച്ച കാസിനോവ നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ പണം വാരിക്കോരി ചെലവിട്ട സിനിമ നിർമ്മിച്ചുകൊണ്ട് സിനിമാ രംഗത്ത് എത്തിയ ആളാണ് CJ ജോയ്. അദ്ദേഹം ആന്റണി പെരുമ്പാവൂരായിട്ട് ചേർന്ന് വമ്പൻ പടങ്ങളാണല്ലോ നിർമ്മിച്ചത്. മുടക്കിയതൊന്നും തിരിച്ചു കിട്ടിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. മരക്കാർ എന്നുള്ള സിനിമ, അറബിക്കടലിൻ്റെ സിംഹം, ആ സിനിമയ്ക്കും കോടികൾ വാരി മുടക്കി. ഭാവനയും റഹ്മാനും മുഖ്യവേഷത്തിൽ വരുന്ന അനോമി എന്ന സിനിമയാണ് CJ ജോയ് അവസാനമായി നിർമ്മിച്ച സിനിമ.
ഈ വരുന്ന വെള്ളിയാഴ്ച അത് റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ റിലീസ് മാറ്റുമോ എന്നറിയില്ല. അനോമിയാണ് അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ. കടമില്ലാതെ ബിസിനസ് എന്നത് കൈമുതലാക്കിയ കമ്പനിയുടെ തലവൻ, ദുബായിലെ സ്വപ്ന സമാനമായ കൊട്ടാരം പോലുള്ള വീടുള്ളയാൾ, 12 റോൾസ് റോയ്സ്, അതും ഫാൻറ്റം 8 അടക്കമുള്ളവ. അതിന് വില കൂടുതലാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ പാവം, നമുക്ക് ഈ ഐട്ടൺ അല്ലാതെ അതിനപ്പുറമുള്ളതെന്ന് അറിയില്ലല്ലോ. ഫാൻറ്റം 8 അടക്കമുള്ളവ, 12 ഫാൻറ്റം 8 എന്നുള്ളത് 1-2 ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കാറിന് 18 ലക്ഷം രൂപ വർഷാവർഷം ഇൻഷുറൻസ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഈ കാറുകളുടെ ഇൻഷുറൻസ് അടയ്ക്കാൻ മാത്രം വർഷാവർഷം കോടികൾ മുടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരു കാർ ഭ്രാന്തനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. എനിക്ക് ആ വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരോ അയച്ചു തന്നു. ഈ ഫ്ലാറ്റിൻ്റെ താഴെ ഇങ്ങനെ കാറുകൾ നിരത്തിയിട്ടിരിക്കുന്ന കണ്ടാൽ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത നിറത്തിലും വലിപ്പത്തിലും ഒക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. ബുഗാട്ടി എന്ന് പറഞ്ഞൊരു കാറുണ്ടെന്നും സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. ബുഗാട്ടി വെയ്റോൺ എന്ന് പറയുന്ന കാറ് എവിടെയോ ഇദ്ദേഹം യാത്ര പോകുന്ന വഴിക്ക് ഒരു കാറിൽ ആണി കുത്തി കയറിയിട്ട് ഒരു ടയർ കേടായി. അപ്പം നമ്മൾ ഒരു ടയർ കേടായാൽ അടുത്തുള്ള പഞ്ചർ ഒട്ടിക്കുന്ന എവിടെ നിന്നെങ്കിലും ഒരാളെ വിളിച്ചിട്ടുണ്ടെന്നാൽ 150 രൂപ കൊടുത്ത് അപ്പം ഒട്ടിച്ച് കൈ തരുമല്ലോ. ഇപ്പം അങ്ങനെയാണല്ലോ, ട്യൂബ്ലെസ് ടയറൊക്കെ അല്ലേ. അപ്പോൾ അദ്ദേഹം എന്തോ ഒരു വാക്സ് പോലത്തെ ഒരു സാധനം, ഒരു ഉളി പോലൊരു സാധനം വെച്ച് അകത്തേക്ക് കയറ്റിയിട്ട് കട്ട് ചെയ്ത് വിട്ടാൽ അവിടെ അങ്ങ് ഒട്ടും. നമ്മുടെ കാറിലൊക്കെ അതാണ് ചെയ്യണത്. പക്ഷേ ഈ ബുഗാട്ടിയുടെ ഒരു ടയർ മാറ്റണമെങ്കിൽ 4 ടയർ മാറ്റണം, അല്ലാതെ ഒന്നായിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ കാറിൻ്റെ 4 ടയറുകളും അഴിച്ച് പാഴ്സലാക്കി വിമാനത്തിൽ കയറ്റി ഫ്രാൻസിൽ കൊണ്ടുപോകണം. അല്ല, ഇന്ത്യയിലെങ്ങും മാറ്റാൻ പറ്റില്ല. ഫ്രാൻസിൽ കൊണ്ടുപോയി ആ പഞ്ചറൊട്ടിച്ച ടയറിനെ ശരിയാക്കി മറ്റ് 4 ടയറുകളിൽ വല്ല പ്രോബ്ലം ഉണ്ടെന്നൊക്കെ നോക്കി ചെക്ക് ചെയ്ത് തിരിച്ച് ഇന്ത്യയിലെത്തുമ്പോൾ അത് 50 ലക്ഷം രൂപ 4 ടയറിന്. 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നു നമ്മളൊരു ഓടി കാർ എടുത്താൽ. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാറുകളാണ് പുള്ളി ഉപയോഗിച്ചിരുന്നത്. 50 ലക്ഷം രൂപ മുടക്കി 4 ടയർ പരിശോധിക്കുന്ന കാറൊക്കെ വാങ്ങി ഇടുക എന്ന് പറഞ്ഞാൽ ബുഗാട്ടിയൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഒരു ബെൻസിൽ യാത്ര ചെയ്യാം, ഒരു ഓഡിയിൽ യാത്ര ചെയ്യാം, ഞാൻ ഐട്ടണിൽ യാത്ര ചെയ്യും. ഒരു നേരം ഒരു ഊണുണ്ണാം. ഞാൻ അയ്യപ്പ ഹോട്ടലിലോ മുരളി ഹോട്ടലിലോ ഉണ്ണുമ്പോൾ വേണമെങ്കിൽ CJ റോയ്ക്ക് താജിലോ വിവാൻ്റെയിലോ ഹയാത്തിലോ ഒക്കെ ഉണ്ണാം. അതിനപ്പുറം 2 ഊണുണ്ണാൻ പറ്റില്ലല്ലോ. എന്തിനാണ് ഇദ്ദേഹം വീടിൻ്റെ അടിവശം മുഴുവൻ ഒരു കുറേ കാറ് കൊണ്ട് നിറച്ചിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാഡിലാക്ക് അടക്കം, ലംബോഗിനി അടക്കം ആഡംബര വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗാരേജിൽ നിരന്ന് കിടന്നു. 36-ാം വയസ്സിൽ 1 രൂപ പോലും ലോണില്ലാതെ സ്വയം അല്ലെങ്കിൽ ഒരു വിമാനം സ്വന്തമാക്കിയ മനുഷ്യനാണ് CJ റോയ്. റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാനം, വിദ്യാഭ്യാസം, വിനോദം, ഗോൾഡ്, റീറ്റെയിൽ തുടങ്ങി നിരവധി മേഖലകളിൽ സാന്നിധ്യം അറിയിച്ച ആളായിരുന്നു അദ്ദേഹം. TV ഷോകളുടെ സ്പോൺസറായി കോടികൾ മുടക്കിയ അദ്ദേഹം. സോഷ്യൽ മീഡിയയിൽ 1 മില്യൺ ഫോളോവേഴ്സുള്ള ആളാണ്. കോടികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവിടുന്ന ആളാണ്. ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മനുഷ്യനാണ്. ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് മംഗളം പാടി പോയിരിക്കുന്നു റോയ്. സ്ലോവാക്യൻ റിപ്പബ്ലിക്കിൻ്റെ ഓണററി കോൺസൽ എന്ന പദവി നേടിയ ആളാണ്. 8400 കോടി റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. 8400 കോടി. ബാംഗ്ലൂരിലെ സമ്പന്നന്മാരിൽ ഒരാൾ. 57-ാം വയസ്സിൽ എല്ലാം ഇട്ടെറിഞ്ഞ് സ്വയം വെടിവെച്ച് മരിച്ച് അദ്ദേഹം പോയിരിക്കുന്നു. ഒരാവശ്യം വന്നാൽ എപ്പോഴും ഓടിച്ചെല്ലാൻ വരെ സൗഹൃദം ഉണ്ടായിരുന്ന ആളെന്നാണ് റീത്ത് വെച്ചിട്ട് പുറത്തിറങ്ങിയ ആൻ്റണി പെരുമ്പാവൂർ CJ റോയിയെ പറ്റി പറഞ്ഞത്. ഒരാവശ്യം വന്നാൽ എപ്പോൾ ഓടിച്ചെല്ലാം, എനിക്കൊരു 15 കോടി ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ അപ്പം കിട്ടും. അതാണല്ലോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ എന്ന് എപ്പോഴും പറയുന്ന മനുഷ്യനായിരുന്നു CJ റോയ്. 36-ാം വയസ്സിൽ ലോണില്ലാതെ വിമാനം വാങ്ങി എന്ന് മാത്രമല്ല, ചാർട്ടേഡ് ലൈസൻസും ഉണ്ടായിരുന്ന ആളാണ്. ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ് കേരളത്തിൽ ജനിച്ചവൻ, ബാംഗ്ലൂരിൽ വളർന്നവൻ, ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലും പഠിച്ചവൻ, വൻകിട കമ്പനികളിൽ ജോലിയെടുത്തവനും ആയിരുന്നു. 2006-ൽ കോൺഫിഡൻറ്റ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന് തുടക്കമിട്ടവനുമായിരുന്നു. ക്രിസ്റ്റൽ ഗ്രൂപ്പ് അടക്കം
ബാംഗ്ലൂരിൽ ചില കമ്പനികളെ തകർത്തുവനെന്ന പരിഭവം പറച്ചിലും ഈ മരണത്തിനിടയിൽ കേൾക്കുന്ന കേട്ടു. ക്രിസ്റ്റൽ ഗ്രൂപ്പും മലയാളിയായ ഫ്ലാറ്റ് നിർമ്മാതാക്കളായിരുന്നല്ലോ, അവരെയൊക്കെ തകർത്തത് റോയി ആണെന്ന് ഇപ്പോൾ ഈ മരിച്ചപ്പോൾ പലരും പറയുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സത്യനിധികാരൻ്റെ അർത്ഥം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. നല്ല സിനിമയാണ്, നിങ്ങളൊക്കെ കണ്ടിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ജീവിതം സുഖിച്ചു തീർന്നപ്പോൾ നല്ല വേഷമണിഞ്ഞ് നല്ല സ്പ്രേയൊക്കെ അടിച്ച് സുസ്മേരവദനായി മരിക്കാൻ റെയിൽ പാളത്തിൽ തലവച്ചതുപോലെ അല്ല എന്താ പറയുക CJ റോയ് ആത്മഹത്യ ചെയ്തത് എന്നത് മറ്റൊരു സത്യം. നല്ല രസമുള്ള പടമായിരുന്നു അർത്ഥം. അതാണ് എന്തിനാണ് ഈ മനുഷ്യൻ സ്വയം വെടിവെച്ചത് എന്നാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. ബെൻ നരേന്ദ്രൻ ആ റെയിൽവേ പാളത്തിൽ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പാട്ടും പാടി കാലുമേ കാലും ഇട്ട് വെള്ള പാൻറ്റൊക്കെ ഇട്ട് വെള്ള ഷൂ ഒക്കെ ഇട്ട് ബെൻ നരേന്ദ്രൻ കിടന്നപ്പോൾ നമുക്ക് അദ്ദേഹം മരിച്ചാലും വിഷമം തോന്നില്ല. കാരണം അദ്ദേഹത്തിന് മതിയായി, ജീവിതം സുഖിച്ച് മതിയായി. പക്ഷേ CJ റോയ് എന്തിനാണ് സ്വന്തം നെഞ്ചിൽ വെടി ഉതിർത്ത് മരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ ഭാര്യയോട് CJ റോയ് ചോദിച്ചത്രേ, ഞാനില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് ഭാര്യ പറഞ്ഞിട്ടും പറ നീ എന്ത് ചെയ്യുമെന്ന് വീണ്ടും തിരക്കി. നിങ്ങളുടെ കോടികളോടൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ പിള്ളേരെയും കൂട്ടി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുമെന്നായിരുന്നു 31 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയുടെ മറുപടി. ഇപ്പോൾ ഏതോ വാർത്തയിലേക്ക് കേൾക്കുന്നുണ്ട് റോയ്ക്ക് 31 വർഷം മുമ്പ് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഇത് രണ്ടാം ഭാര്യ എന്ന് പറയുന്നത്. ഇതിൽ ഒരു മോനും ഒരു മോളും ഉണ്ട്. അപ്പോൾ ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യുമെന്നൊക്കെ അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് ചോദിക്കണമെങ്കിൽ മെൻ്റലി പ്രിപ്പയർഡായി വരുന്ന സമയമായിരിക്കാം. ഞാൻ എന്നെ തന്നെ തീർക്കാൻ തയ്യാറെടുക്കുകയാണെന്നും കെട്ടിയോൾ എന്തെങ്കിലും ചെയ്യുമെന്ന് ഭാര്യയ്ക്കും ചിന്തിച്ചിരുന്ന പോലുണ്ട് ഈ ചോദ്യോത്തരം. കെട്ടിയോൻ എന്തെങ്കിലും ചെയ്യാൻ സാധ്യമാണെന്ന് കെട്ടിയോൾക്ക് തോന്നിയിരിക്കാം. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കില്ലല്ലോ. 300 കോടി രൂപയുടെ കാറുകൾ സ്വന്തമായി ഉണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്. 600 കോടിയുടെ കടവും ഉണ്ടെന്ന്. സബ് കോൺട്രാക്ടർമാർക്ക് ഇത്രയും തുക കൊടുക്കാനുണ്ട്, 600 കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. 120 കോടി രൂപയുടെ ടാക്സ് കുടിശ്ശിയുണ്ടെന്നും പറയുന്നു. ഇൻകം ടാക്സ് കുടിശ്ശിയുണ്ടെന്നും പറയുന്നു. 2001 കർണാടകയിലെ മിക്ക ഡെവലപ്പർമാരും മധ്യ ബാംഗ്ലൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ CJ റോയ് എന്ന ബുദ്ധി രാക്ഷസൻ ബാംഗ്ലൂർ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കാണ് കണ്ണു നട്ടത്. സർജിപ്പൂർ എന്ന റോഡ് അക്കാലത്ത് ശാന്തമായൊരു കൃഷിയിടമായിരുന്നു. 25 വർഷം മുമ്പ് 6 ലക്ഷം രൂപയ്ക്ക് 1 ഏക്കർ സ്ഥലം കിട്ടുമായിരുന്നു. അതായത് ഒരു സെൻറ്റിന് 6000 രൂപ വെച്ച് കിട്ടുമായിരുന്നു സർജിപ്പൂരിൽ 25 വർഷം മുമ്പ്. ഒരിക്കലും വിജയിക്കാത്ത സ്ഥലം എന്ന് വസ്തു ഉടമകൾ കരുതിയ കാലമായിരുന്നു. CJ റോയ് സർജിപ്പൂർ വാങ്ങിക്കൂട്ടി എന്ന് പറയുന്നതാവും ശരി. അതിനടുത്തവിടെയാണ് രാജീവ് ചന്ദ്രശേഖറും ഏക്കർ കണക്ക് വാങ്ങിക്കൂട്ടിയത്. എന്തോ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനെന്ന് പറഞ്ഞ് സർക്കാരിനെ അറിയിച്ച് വഴിവിട്ട് വാങ്ങിയെന്നാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ. ഈ വലിയമാരെയൊന്നും കഥ എനിക്ക് അധികം അറിയില്ല. സമീപഭാവിയിൽ സർജാപൂരിൽ ഒരു വശത്ത് വൈറ്റ്ഫീൽഡും മറുവശത്ത് ഇലക്ട്രോണിക് സിറ്റിയും കുതിച്ചു വരുമെന്ന് CJ റോയ് ചിന്തിച്ചിരുന്നു അന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു വന്നു. 150-200 ഏക്കറിനും ഇടയിൽ റോയ് കാശ് നിക്ഷേപിച്ചു. അപ്പോൾ ഒരു 200 ഏക്കർ അങ്ങ് വാങ്ങിയിട്ടു. ഭാര്യ ഒഴികെ മറ്റെല്ലാവരും ഈ തീരുമാനത്തെ എതിർത്തു. എന്തിനടാ ഈ വെള്ളം കയറി കിടക്കുന്ന വയൽ വാങ്ങി കൂട്ടണമെന്ന് കേട്ട ഭാര്യ മാത്രം സപ്പോർട്ട് ചെയ്തു. സർജാപൂരിലെ ഈ ഭൂമിയുടെ വില ഇന്ന് 10 ഇരട്ടയായി ഉയർന്നു. അപ്പോൾ 6000 രൂപ എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഒരു സെൻറ്റിന് 25,000 രൂപയിലേക്ക് വളർന്നു. 10 ഇരട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ 10 ഇരട്ടിയാണെങ്കിൽ 60,000 രൂപയായി. 1991 സ്ഥാപിച്ച കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആസ്തി 2039 കോടിയായി 2025. കടം രഹിത മാതൃക പിന്തുടരുന്ന കമ്പനിയായിരുന്നു. ഇന്ത്യയിലെല്ലാം ബാങ്കുകളിൽ നിന്നാണല്ലോ കാശ് വാങ്ങി ആയിരക്കണക്കിന് കോടി വാങ്ങിയാണല്ലോ വിലസുന്നത്. പക്ഷേ ഇത് കടം രഹിത മാതൃക പിന്തുടരുന്ന കമ്പനിയായിരുന്നു. ഇന്ത്യയിലും UAE-യിലും USA-യും അടക്കം 159 പ്രോജക്റ്റുകൾ പൂർത്തിയാക്കി 3000 കോടി രൂപയുടെ സിയോൺ ഹിൽ ഗോൾഫ് കൗണ്ടി പദ്ധതിയാണ് അതിനുശേഷം അദ്ദേഹം ആലോചിച്ച് വന്നത്. 3000 കോടി മുടക്കുന്ന പദ്ധതി. റിയാലിറ്റി ഷോയ്ക്ക് സമ്മാനമായി ഒരു ഫ്ലാറ്റ് വാഗ്ദാനം ചെയ്ത റോയ് ഷോയുടെ ബ്രാൻഡ് അംബാസഡറായി. ആ എക്സ്പോഷർ റോയിയെ ശ്രദ്ധേയനാക്കി മാറ്റി. അത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ വിജയപാത ഒരുക്കി. 1994
ഒരു മാരുതി കാറിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത്. ദാരിദ്ര്യം എന്തോ വന്നവൻ വഴിയിൽ വെച്ച് കിട്ടിയ വിലയ്ക്ക് മാരുതി ആ 800 വിറ്റു. സഹസ്ര കോടീശ്വരനായി മാറിയപ്പോൾ ആ കാറിന് 10 ലക്ഷം രൂപ കൊടുത്ത് ആ കാറ് വിറ്റ ആളിൻ്റെ നിന്ന് മടക്കി വാങ്ങുന്ന തലത്തിലേക്ക് ശതകോടീശ്വരനാണോ സഹസ്ര കോടീശ്വരനാണോ അതോ ബാങ്കുകളിലെല്ലാം കൂടെ ലോൺ എടുത്ത് പൊള്ളയായ ഇമേജ് മാത്രമുള്ള കോടീശ്വരനാണോന്നും എനിക്കറിയില്ല. അവസാനം ഒരു ബുള്ളറ്റിൽ സ്വന്തം കൈകൊണ്ട് അവസാനിപ്പിച്ചുവല്ല. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ പുതിയ പുതിയ വാർത്തകൾ വരുമായിരിക്കും. നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ സിനിമകൾ കാസിനോയും മറ്റേ അറബിക്കടലിൻ്റെ സിംഹമൊക്കെ എടുത്തതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം പറയുന്നത്. എനിക്ക് സ്വപ്നത്തിലെ എന്താ പറയുക കഥാപാത്രം പോലെയാണ് റോയിയെ തോന്നിയത്. നല്ല ഉരുക്ക് ശരീരവും എപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയും പണത്തിൻ്റെ ഗർവവും വേഷഭൂഷാദികളിലെല്ലാം അതുണ്ടായിരുന്നില്ല. പിന്നെ അടിക്കുന്ന മുഴുവൻ ഇത്തരം വാചകങ്ങളുമായിരുന്നു. അങ്ങനെ ജീവിതം ആഘോഷമാക്കിയ ഒരു മനുഷ്യൻ സ്വന്തം റിവോൾവർ സ്വന്തം നെഞ്ചത്ത് വെച്ച് ശ്വാസകോശത്തിനെയും ഹാർട്ടിനെയും പൊളിക്കത്തക്കവണ്ണം വെടിവെച്ച് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപാര ചങ്കൂറ്റം വേണമെന്ന് ഞാൻ പറയും. ആദ്യം ഇൻകം ടാക്സുകാരെയാണ് അല്ലെങ്കിൽ ED ഒക്കെയാണ് ആദ്യം പറഞ്ഞു വന്നത്. ഇപ്പോൾ ഡയറിയൊക്കെ പുറത്ത് വന്നപ്പോൾ ED യും ഇൻകം ടാക്സും ഒക്കെ മുങ്ങി, അവരൊന്നും അല്ല. എന്തായാലും ദാരുണമായിപ്പോയി CJ റോയിയുടെ മരണം. യൂട്യൂബർമാരെ ആഘോഷിക്കുകയാണ്. ഒരുപാട് കഥകൾ വരുന്നു അദ്ദേഹത്തെക്കുറിച്ച്. അതിൽ 10% പോലും ശരിയല്ലായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കെന്തായാലും അത്തരം പൈങ്കിളി കഥകൾ പറയാൻ വയ്യ. ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല എങ്കിലും കുറേ വലിയ കാശ് മുടക്കിയ സിനിമ എടുത്ത CJ റോയിയുടെ അകാലത്തിലെ മരണം അല്ലെങ്കിൽ അകാലത്തിലെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നേ. 1,18,00,000 രൂപ കടം വന്നിട്ട് ഞാൻ പാറ പോലെ ഉറച്ചു നിന്നവനാണ്. താടി വളർത്ത പോലും ചെയ്തില്ല, അല്ലെങ്കിൽ നാട് വിട്ടില്ല, വെള്ളം അടിച്ചില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്തിനാണ് CJ റോയ് ഇത് ചെയ്തതെന്നും എനിക്കറിയില്ല. എന്തായാലും ആ വലിയ മനുഷ്യന് ഒരു 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 പ്രഭാവം പോലെ കുറച്ച് കാലമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും പെട്ടെന്ന് എല്ലാവരിലേക്കും ശ്രദ്ധ നേടിയെടുത്ത ആ വലിയ മനസ്സിന്, ആ വലിയ മനുഷ്യന് ആത്മാഞ്ജലി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.